ഒരു വശത്ത് അനീതിയുള്ള ഒരു ന്യായാധിപൻ, കൊമ്പ മീശ, വലിയ ഹൃദാവ്, പരുക്കൻ മുഖം, ഭീകരൻ. മറുവശത്ത് ദൈവം. കർത്താവ് പറയുകയാണ്, അത്രയും ദുഷ്ടന്റെ കയ്യിൽ നിന്ന് ഒരു മാനുഷിക സഹായവും ഇല്ലാത്തൊരു സ്ത്രീ ഒരിക്കലും കിട്ടാത്ത മറുപടി പിടിച്ചു വാങ്ങിയെങ്കിൽ ഇത്രയും നല്ല ദൈവമോ, ഇത്രയും കരുണയുള്ള ദൈവമോ, തന്നോട് രാപ്പകൽ നിലവിളിക്കുന്നവരുടെ കാര്യത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? അടുത്തത് വേഗത്തിൽ. അത് വേഗത്തിലാണ്. നമ്മൾ വിചാരിക്കും, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴേ പറയും കർത്താവ് ഇന്ന് നടക്കണം. എന്നിട്ട് മനസ്സിൽ നമ്മൾ പറയും ഇത് ഇപ്പം എങ്ങും നടക്കത്തില്ല. അല്ലെങ്കിൽ എനിക്കറിയാം, എന്നാലും പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ പറയുന്നത് ഞങ്ങളുടെ പാസ്റ്റർ പഠിപ്പിച്ചേക്കുന്നത്. പക്ഷെ ഇത് അടുത്ത 2 കൊല്ലം കഴിഞ്ഞ് നടക്കുമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇതാണ് നമ്മുടെ പ്രശ്നം. വേഗത്തിൽ. അടുത്തിരിക്കുന്നവരോട് പറ, വേഗത്തിൽ. അത് ദൈവം വേഗത്തിലേ ചെയ്യും. ദൈവം എന്തെങ്കിലും ചെയ്താൽ വേഗത്തിൽ ചെയ്യും. കർത്താവ് പറയണേ ഞാൻ ഇതാ വേഗം വരുന്നു, പക്ഷെ നമ്മുടെ മറുപടി മാത്രം താമസിച്ചു വരുന്നു. ഇത് രണ്ടും കൂടി എങ്ങനെ ഒക്കും? കർത്താവ് വേഗം വരുമെങ്കിൽ മറുപടി എങ്ങനെ വരും? കർത്താവിനെല്ലാം വേഗത്തിലാണ്, തന്നോട് നിലവിളിക്കുന്നവരുടെ കാര്യത്തിൽ. ഇന്ന് പകലിൽ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങളുടെ പ്രാർത്ഥന പായയിൽ ഒരു നിലവിളി ഉയരുന്നുണ്ടെങ്കിൽ, പകല് മാത്രമല്ല രാപ്പകൽ തന്നോട് നിലവിളിക്കുന്നവരുടെ കാര്യത്തിൽ നിലവിളിക്കണം. ഇന്നു മുതൽ പ്രാർത്ഥനാ ജീവിതം ഓരോ വ്യക്തികളിലും ഉണ്ടാകും. കരയണം. ഈ മലയാളി ദൈവദാസന്മാരെ ഞങ്ങളുടെയൊക്കെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര ദുഃഖമാണ്. വന്ന് ഈ മീറ്റിങ്ങിന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാൻ പറഞ്ഞ മഹാപരിശുദ്ധനായ ദൈവമേ. അപ്പൊ ദൈവം എന്തോ ഒരു പക്ഷെ തമിഴ്നാട്ടിലൊക്കെ ചെന്നാൽ അവരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ആണ്ടവരേ അയ്യാ, നമ്മളവർക്ക് ഇത്രയൊക്കെ എന്തിനാണ്? അതാണ് നിലവിളി, താഴ്മയുടെ സ്വരം. മലയാളിയെ എന്തോന്ന് വിളിക്കട്ടെ, മാനസാന്തരപ്പെടണം, താഴ്മയോടെ കരയാൻ പഠിക്കണം. കണ്ണുനീരോടെ വിതക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. വിത്ത് വിതച്ച് കരഞ്ഞുകൊണ്ട് നടക്കണം. കറ്റ ചുമന്ന് ആർക്കുന്ന ഒരു ദിവസം വരും. വിത്ത് വിതച്ച് കരയുക, കറ്റ ചുമന്ന് ആർക്കുന്ന നാൾ വരും. വേഗത്തിൽ വിത്ത് വിതക്കുന്നവരെ, ഓരോ ദിവസം TV പ്രോഗ്രാമിന് വേണ്ടി നിങ്ങൾ വിതക്കുകയാണ്. എന്തോരം കാശാണ്. ഇവിടെ പറയും TV പ്രോഗ്രാമിന്റെ കാശ് വില. ആരെങ്കിലും മനസ്സിലോർക്കും, ഈ അപ്പുറത്തെ ചർച്ചിൽ പോ, അവിടെ TV പ്രോഗ്രാമില്ല, ഒന്നുമില്ല, ആകെ ഒരു തമ്പേറേ ഉള്ളു. ടമ്പട ടമ്പട ടമ്പട, ഇന്ന് കർത്താവ് ഇന്ന് വരും. ഇവിടെ എന്നും പിരിവാ. ആർക്ക് വേണ്ടിയാ പിരിക്കുന്നത്? നിങ്ങളുടെ പാസ്റ്റർക്ക് വീട് പണിയാനോ? ആർക്ക് വേണ്ടിയാ പിരിക്കുന്നത്? വിതക്കാൻ വേണ്ടിയാണ്. കണ്ണുനീരോടെ വിതക്കുന്നത്. വിതക്കുക എന്ന് പറയുന്നൊരു കണ്ണുനീരാണ്. കളപ്പരയിലുള്ളതും കൂടി എവിടെ മണ്ണിൻ്റെ അടിയിൽ പോവുകയാണ്. പിന്നീട് അറിയുന്നത് ഇത് പൊങ്ങി വന്ന് 1000 മണികളായിട്ട് നിൽക്കുന്നു. 1 മണി വിതച്ചതാണ്. അതുകൊണ്ട് ആരെങ്കിലും ഈ മിനിസ്ട്രിക്ക് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി കണ്ണുനീരോടെ വിതക്കുന്നുണ്ടെങ്കിൽ വേഗത്തിൽ വിതച്ചവർ കൊയ്യും. വിതച്ചവർ കൊയ്യും. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി കൊടുക്കാന്ന് പറയുന്നത് ഒരു വിഷമമാണ്. കാരണം കയ്യിലുള്ളതും കൂടി എന്നാ ഉറപ്പ്? 1000 രൂപ ഉള്ളപ്പോൾ 10% കൊടുക്കാൻ എളുപ്പമാണ്. എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. 10 രൂപ കൊടുത്താൽ മതി, 100 രൂപ കൊടുത്താൽ മതി. 10,000 ആകുമ്പോൾ എത്രയായി? 1000. അപ്പോഴാണ് ഒരു വിഷമം വരുന്നത്. മാർ ക്രിസ്റ്റോസൻ തിരുമേനി പറഞ്ഞു, നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടോ എന്ന് അറിയാനായിട്ട് വേറെ ഒരു ചെക്കപ്പിനും പോണ്ട.
സഭയിൽ വരുമ്പോൾ ഏറ്റവും വലിയ നോട്ട് സ്തോത്രകാഴ്ച പാത്രത്തിൽ ഇടുമ്പോൾ വേദന ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറ്റാക്കുണ്ട്, അല്ലെങ്കിൽ കുഴപ്പമില്ല, ചെക്കപ്പ് ഫ്രീ. അപ്പോൾ നിങ്ങൾക്ക് ഹാർട്ടിന് വല്ല കംപ്ലൈൻ്റ് ഉണ്ടോയെന്ന് അറിയാൻ 1000-ൻ്റെ നോട്ടും 500-ൻ്റെ നോട്ടൊക്കെ സ്തോത്രകാഴ്ച പാത്രം വരും ഇട്ട് നോക്കണം. ഒരു പ്രയാസവും ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഹാർട്ടിന് തകരാറൊന്നുമില്ല. ഹല്ലേലൂയ. ഇതൊരു ദൂതായിട്ട് സ്വീകരിക്കാമോ? പാസ്റ്റർ പറയാമെന്ന് അതല്ലല്ലോ, ഞാൻ ആ പോയിന്റ് എഴുതാനിരിക്കണം. ഈ പോയിന്റ് നീ എഴുത്. ഇതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് വേണം അടുത്ത പോയിന്റ് എഴുതാൻ. കൊടുക്കാത്തവൻ കണ്ണുനീരോടെ വിതക്കുന്നവൻ ആർപ്പോടെ കൊയ്യുന്നത് വേഗത്തിലാ. വിതക്കുന്നവൻ കൊയ്യും. എന്തിൽ വിതക്കുന്നുവോ അത് കൊയ്യും. തേങ്ങ വിതച്ചാൽ തേങ്ങ കൊയ്യും. ചക്കക്കുരു വിതച്ചാൽ എന്ത് കൊയ്യും? ചക്ക കൊയ്യും. ഓർത്തേക്കണം, നിങ്ങൾ എന്ത് വിതച്ചുവോ, ജഡത്തിൽ വിതച്ചു, ഞങ്ങളുടെ ഭാഷ വേറെ പണിയൊന്നുമില്ല, നീ അത് കൊയ്യും. നിന്നെയും 10 പേര് കുറ്റം പറയും. നീ എന്ത് വിതക്കുന്നുവോ അത് സന്തോഷമായിട്ട് കൊയ്യും. കൊയ്ത് കളപ്പുരയിൽ വെക്കും. ജഡത്തിലാണോ നാശം കൊയ്യും, ആത്മാവിലാണോ നിത്യജീവൻ കൊയ്യും. കൈകൾ അടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യും. വേഗത്തിൽ സംഭവിക്കും. കർത്താവിന് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ കർത്താവ് ഇങ്ങനെ ആവേശത്തോടെ നിൽക്കുകയാണ്, വേഗത്തിൽ ചെയ്യാൻ. തന്നോട് രാപ്പകൽ നിലവിളിക്കുന്നവരുണ്ടെങ്കിൽ വേഗത്തിൽ കാര്യം നടക്കും. അതിൻ്റെ അർത്ഥം ഇന്ന് പ്രാർത്ഥിച്ചത് പോരാ എന്ന് പറയാനാണ് ദൈവം എന്നെ ഇവിടെ അയച്ചിരിക്കുന്നത്. നിങ്ങളെ പ്രാർത്ഥന പകല് മാത്രമുണ്ടെങ്കിൽ അത് രാത്രിയും കൂടി നീട്ടുവാൻ, രാപ്പകലാക്കുവാൻ, വേഗത്തിൽ ചില വിടുതലുകൾ കുടുംബങ്ങളായിട്ട് കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് വേണ്ടി കർത്താവിന്റെ ചെവി തുറന്നിരിപ്പുണ്ട്, കർത്താവിന്റെ കരം നീണ്ടിരിപ്പുണ്ട്. ഇവിടെ കഴിക്കുന്ന പ്രാർത്ഥന, ഇവിടെ ഒഴുക്കുന്ന കണ്ണുനീർ, അതൊരു റിസൾട്ടായി ദൈവം അമർത്തി കുലുക്കി കവിയുന്ന ഒരളവായി നിന്റെ മടിയിൽ ആര് വിതച്ചുവോ, ആര് കരഞ്ഞുവോ, ആര് നിലവിളിച്ചുവോ, ആര് ഉപവസിച്ചുവോ, ആര് കൊടുത്തുവോ, ആര് വാരി വിതറിയുവോ, നിന്റെ മടിയിൽ ഒരു വിളവായിട്ട് ദൈവം തരും. പ്രാപിച്ചേ നിന്റെ കയ്യിൽ. അത് വേഗത്തിൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു അത്ഭുതമൊന്നും കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾ കർത്താവിനെ മനസ്സിലാക്കിയെങ്കിൽ കർത്താവ് ചെയ്യും വേഗത്തിൽ. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ യേശു ചെയ്ത ആദ്യത്തെ അത്ഭുതം അതിനകത്ത് പറയുന്നുണ്ട്. ഏതാണ്? കാനാവിൽ ഒരു കല്യാണമുണ്ടായി. മറിയ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെ ശിഷ്യന്മാരെയും അവിടെ ക്ഷണിച്ചിരുന്നു. ആദ്യത്തെ 1-2 പന്തി കഴിഞ്ഞപ്പോഴേ എന്ത് തീർന്നു? വീഞ്ഞ് തീർന്നു. അവർക്ക് ഒഴിച്ചുകൂടാൻ വഴിയാത്ത ഒന്നാണ്. അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അതിഥികളെ മാനിക്കുന്ന ഒരു ഭാഗമാണ്. അത് ലഹരിയുടെ ഒരു ഭാഗമല്ല. യേശു അന്ന് വരെ അത്ഭുതങ്ങൾ ചെയ്തിട്ടില്ലെന്ന് ആ അധ്യായത്തിലുണ്ട്. എന്താണ്? വയസ്സ് 30 ഒറ്റ അത്ഭുതം യേശു ചെയ്തിട്ടില്ല. പക്ഷെ മറിയ വന്നുകൊണ്ട് അവിടെ പറയുന്നുണ്ട്, മകനെ അവർക്ക് വീഞ്ഞില്ല. പക്ഷെ യേശുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് മറിയ പറയേണ്ടത്, മോനെ എടാ പെണ്ണിന് ഒരുങ്ങണം, ആ കതകിന് കൊളുത്തില്ല, നീ ആശാരിയല്ലേ, ഒരു കൊളുത്ത് വെച്ച് കൊടുക്ക്. അതാണോ മറിയ പറയുന്നത്? യേശു ആശാരിപ്പണിയാണ് ചെയ്തിരുന്നത്. മകനെ അവർക്ക് മണവാട്ടിക്ക് മാറാനുള്ള ആ മുറിക്ക് കൊളുത്തില്ല, ഒരു കൊളുത്ത് വെച്ച് കൊടുക്ക് പറഞ്ഞോ?
അതിനു മുമ്പ് യേശു പല വീടിൻ്റെയും മേൽക്കൂരയിൽ ഇരുന്നവനാ, പല വീട്ടിലും കോഴിക്കൂട് പണിത് കൊടുത്തവനാ, പ്രപഞ്ചത്തെ മുഴുവൻ ഉണ്ടാക്കിയ ആളാ. തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി ഒരാശാരി പണിക്കാരനായി ഈ ഭൂമിയിലൂടെ നടന്ന കർത്താവിനെ ഓർത്തേ. എന്ത് ഭയങ്കര അത്ഭുതം! ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം അതാ. ശാസ്ത്രലോകം ഒരു കാര്യം കണ്ടുപിടിച്ചു. എന്താണ്? ഒരു വസ്തുവിനെ ശക്തിയാക്കി മാറ്റാം. അതാണ് ആറ്റം ബോംബ് ഉണ്ടാക്കിയത്. ഒരു വസ്തുവിനെ ശക്തിയാക്കി മാറ്റാം. ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് അത് കണ്ടുപിടിച്ചത്. അതിന്റെ ഇക്വേഷൻ എന്താ? E=mc². ഇപ്പൊ ശാസ്ത്രം കുറെ നാളുകൊണ്ട് വേറൊരു പരിപാടി കണ്ടുപിടിക്കാൻ നടക്കണം. എന്താണ്? mc² E. എന്താ? ഒരു ശക്തിയെ വസ്തുവാക്കി മാറ്റണം. ഇതുവരെ നടന്നിട്ടില്ല. പക്ഷെ ദൈവം അത് 2000 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തു. പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊണ്ട ശക്തിയായവൻ, തത്വത്തിന്റെ മുദ്രയായവൻ, ഒരു വസ്തുവായി, ഒരു കന്യകയുടെ മകനായി ഈ ഭൂമിയിലേക്ക് വന്നു. ഹല്ലേലൂയ! ചേർന്ന് ദൈവത്തെ സ്തുതിച്ചേ. കന്യക ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിച്ചു. ഇമ്മാനുവേൽ. അവൻ നടക്കുകയാണ്. പക്ഷേ 30 വയസ്സായിട്ട് അവനെ കണ്ടിട്ട് ആർക്കൊന്നും തോന്നിയില്ല. പ്രപഞ്ചത്തിന്റെ ശക്തി മൊത്തം ഒരു വസ്തു. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചേ. ശാസ്ത്രത്തിന് നടക്കത്തില്ല. ശക്തിയെ പിടിച്ച് വസ്തുവാക്കാൻ കഴിയുമോ? ഇല്ല. വസ്തുവിനെ ശക്തിയാക്കി. അങ്ങനെ അതുകൊണ്ട് ബോംബുണ്ടാക്കി നാട്ടുകാരുടെ മുതുകത്തെല്ലാം അതുകൊണ്ടൊന്ന് ഇടുന്നുണ്ട്. എല്ലാവരും ഉണ്ടാക്കി വെച്ച് ഇപ്പൊ പൊട്ടിക്കുമടാ, എല്ലാവരും പേടിക്കുകയാണ്. പാകിസ്ഥാൻ കൂടുതൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വഴക്കുണ്ടാക്കും. അധികം ഉണ്ടാക്കരുത്, ഓരോ രാജ്യം ഒത്തിരി ഉണ്ടാക്കരുത്. എല്ലാവരും ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അവസാനം വരുമ്പോൾ പൊട്ടിക്കാൻ. വസ്തുവിനെ ശക്തിയാക്കി. പക്ഷെ ദൈവം ചെയ്തു? ഒരു ശക്തിയെ വസ്തുവാക്കി ഭൂമിയിലോട്ട് വിട്ടു. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അവൻ സ്വന്തത്തിലേക്ക് വന്നു. സ്വന്തമായവരവനെ കൈക്കൊണ്ടില്ല. ആർക്കും മനസ്സിലായില്ല. എടാ, ഈ ഉളിയും ചുറ്റിയായിട്ട് പോകുന്ന ആരാ? ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉണ്ടാക്കിയവനാ. ഈ അടിക്കുന്ന തിരമാലകൾ ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് വരുന്ന ഒന്നും ഒരുപോലെയല്ല. ഭൂമിയിലുള്ള മരങ്ങളിലെ ഒരു ഇല പോലും ഒരുപോലെ ഇല്ല. ഇതെല്ലാം ഉണ്ടാക്കി ഓരോ ദിവസവും വരുന്ന മേഘങ്ങളുടെ നിറങ്ങൾ, രൂപങ്ങൾ ഒരിക്കലും അതുപോലെ രണ്ടാമത് ആവർത്തിക്കുന്നില്ല. ഇതെല്ലാം ഉണ്ടാക്കി വെച്ച ഈ സിസ്റ്റത്തിന്റെ ഉടമസ്ഥൻ ഉളിയും ചുറ്റിയും പിടിച്ചുകൊണ്ട് പോകുന്നു. ഹല്ലേലൂയ! ഒരു ശക്തിയെ ദൈവം ഒരു വ്യക്തിയാക്കി ഭൂമിയിലേക്ക് അയച്ചു. എത്ര വലിയ അത്ഭുതമാണ്! പക്ഷെ മറിയക്ക് ഈ വലിയ യേശുവിനെ അറിയാം. മറിയക്കറിയാം. ആ തലമുറയിൽ മലാക്കിക്ക് ശേഷം 400 വർഷം ഇരുണ്ട കാലഘട്ടം എന്നറിയപ്പെടുന്ന കാലത്ത് അത്ഭുതങ്ങളില്ല, അടയാളങ്ങളില്ല, വീര്യപ്രവർത്തികളില്ല, പ്രവചനങ്ങളില്ല. ഇരുണ്ട കാലഘട്ടം. രോഗികൾ, കുഷ്ഠരോഗികൾ, വ്യഭിചാരിണികളെ കൊണ്ട് യെരുശലേം നിറഞ്ഞ കാലഘട്ടം. എവിടെ നോക്കിയാലും പാപികളെ കൊണ്ട് നിറഞ്ഞ സമയം. ഇരുട്ടിലിരിക്കുന്ന ജനം. അതാണ് അന്നത്തെ സമൂഹം. പക്ഷേ ആർക്കും അറിയില്ല ഇനി ദൈവം പ്രസാദിക്കുമോ എന്ന്. പക്ഷെ മറിയക്കറിയാം ഈ നിൽക്കുന്നത് ആര്. കാനാവിലെ കല്യാണ വീട്ടിൽ ആ വീടിന്റെ ആവശ്യം മനസ്സിലാക്കിയ മറിയ ഓടിച്ചെന്ന്, മോനെ അവർക്ക് വീഞ്ഞില്ല. ആ വാക്കിന്റെ പുറകിലുള്ള സത്യം എന്താണ്? എന്നും വായിക്കുന്ന വാക്യമല്ലേ? ചിന്തിച്ചിട്ടുണ്ടോ? മോനെ അവർക്ക് വീഞ്ഞില്ല. യേശു പെട്ടെന്ന് എന്ത് പറഞ്ഞു? സ്ത്രീയെ, എനിക്ക് നിനക്കും തമ്മിൽ. യേശുവിടെ വിളിച്ചത് ബഹുമാനമില്ലാത്ത വാക്കല്ല. സ്ത്രീ എന്ന് വിളിച്ചത് മറിയക്കറിയ ഇത് ദൈവമാണെന്ന്. അതുകൊണ്ട് തിരിച്ചു വിളിച്ചതാണ് സ്ത്രീയെ. മറ്റൊരു പ്രവചന നിവൃത്തി കൂടിയുണ്ട്. നീ സ്ത്രീ, ഞാൻ സ്ത്രീയുടെ സന്തതി, ഞാൻ സർപ്പത്തിന്റെ തല തകർക്കും. ബൈബിളിലെ ഒന്നാമത്തെ പ്രവചനത്തോടുള്ള ബന്ധത്തിലാണ് വിളിച്ചത് സ്ത്രീയെ. എന്റെ നാഴിക ഇതുവരെയും വന്നിട്ടില്ല. അതിന്റെ അർത്ഥം, ഞാനൊരു അത്ഭുതം ചെയ്യണമെങ്കിൽ എനിക്കൊരു സമയം ഞാൻ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് മറിയ ചൂളിപ്പോയൊന്നുമില്ല. മറിയ അവിടെ അനങ്ങാതെ നിന്നു. കാരണം ഇതെല്ലാം പറഞ്ഞാലും മറിയക്കറിയ ഈ നിൽക്കുന്ന ആരാണെന്ന്. യേശുവിനെ ശരിക്കും മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്തെല്ലാം ഒഴിവ് കഴിവ് കേട്ടാലും മാറത്തില്ല. യേശു ഒരിക്കൽ ഒരു വഴിയിലൂടെ പോകുമ്പോൾ
ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഈ കർത്താവേ, എൻ്റെ കുഞ്ഞിന് ബാധ കൂടിയിരിക്കുന്നു, നീ സൗഖ്യമാക്കണം. അവളൊരു പുറംജാതിക്കാരിയാണ്. പക്ഷെ യേശുവിനറിയാം ഞാൻ എത്ര പോയാലും അവൾ എൻ്റെ പുറകെ വരുമെന്ന്. വരൂല്ലെന്ന് കണ്ടാൽ യേശു അപ്പം തന്നെ അത്ഭുതം ചെയ്യും. വരുമെന്ന് കണ്ടാൽ കുറച്ചും കൂടി കർത്താവ് നടക്കും. നീ കർത്താവിൻ്റെ കൂടെ നടക്കുമെന്ന് അറിയുന്നതുകൊണ്ടാണ് കർത്താവ് മിണ്ടാതെ നടക്കുന്നത്. നീ പെട്ടെന്ന് കർത്താവിനെ വിട്ട് പോകുമെന്ന് കണ്ടാൽ പെട്ടെന്ന് കർത്താവ് അത്ഭുതം ചെയ്യും. ഈ സത്യം ദൈവമക്കൾ തിരിച്ചറിയും. 10 കുഷ്ഠരോഗികൾ കർത്താവിനെ കാണാൻ വന്നു. കർത്താവിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ തന്നെ കർത്താവ് നിങ്ങളുടെ അടുക്കേ വേണ്ട, നീ പൊയ്ക്കോളാൻ പറഞ്ഞു. കാരണം എന്താ? ഇവർ സൗഖ്യമായ തിരിച്ച് പഴയ പള്ളിയിൽ പോകുന്ന കർത്താവിന് നന്നായിട്ട് അന്നേ അറിയാം. അവർ വരുന്ന വരവ് കണ്ടോ പറയുക, വരുന്ന വരവ് കണ്ടോ. ഇപ്പൊ പറയും ദാവീദ് പുത്ര എന്നൊക്കെ. വേണ്ട, നീ ഇങ്ങോട്ട് വരണ്ട, അത്രയും സ്ഥലം മെനക്കെടണ്ട, പൊയ്ക്കോ. കാരണം ഞാൻ സൗഖ്യത്തിൻ്റെ ഉറവിടമാണ്. അവർ അവരോട് പറയും നിങ്ങൾ പൊയ്ക്കോ, പഴയ പള്ളിയിലോട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. പോകുന്ന വഴിയിൽ അവർ സൗഖ്യമായി. ഒരു പുറംജാതിക്കാരൻ മാത്രം ഓടി വന്ന് കാലേ വീണു. യേശു ചോദിച്ചു, ബാക്കി 9 പേരെവിടെ? ഈ പുറംജാതിക്കാരൻ, അന്യജാതിക്കാരൻ അല്ലാതെ ആരെങ്കിലും ഉണ്ടോ? കർത്താവ് ചെയ്യുന്ന നന്മകൾക്ക് 10-1 ഉപകാരം നമ്മൾ ചെയ്യാറുള്ളൂ, നന്ദി പറയാറുള്ളൂ. അതാണ് അവിടെ കാണുന്നത്. ഒരു പുറംജാതിക്കാരി സ്ത്രീ യേശുവിൻ്റെ പുറകെ വരികയാണ്. അപ്പം യേശുവിനെ അറിയാം. അപ്പം ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ, ഇത്ര നേരമായി ഒരു പെണ്ണ് പുറകെ നടക്കുന്നു. ഒന്നുകിൽ നമ്മളെല്ലാവരും ചെറുപ്പക്കാരാണ്, ഒരു പെണ്ണ് പുറകെ നടക്കുന്നു. കാരണം അന്നും ഉണ്ടാവും പീഡനം, സ്ത്രീ പീഡനം. ഏത് വഴിക്ക് പോയാലും പുരുഷന്മാർക്ക് വഴി കൂടി നടക്കാൻ മേല. അങ്ങോട്ട് നോക്കിയാൽ പീഡനം, ഇങ്ങോട്ട് നോക്കിയാൽ പീഡനം. പാവങ്ങൾ ഞങ്ങൾ കുറച്ച് പേര് പറഞ്ഞു, ഇവള് പുറകെ നടന്ന പ്രശ്നമാണ്, കർത്താവെ അവളെ പറഞ്ഞു വിട്. പത്രോച്ചൻ എന്ത് ചാടിക്കറി പറയും. അപ്പോൾ കർത്താവ് എന്ത് പറഞ്ഞു? ഉടനെ മക്കളുടെ അപ്പം എടുത്ത്, ആദ്യം പറഞ്ഞില്ല, ആദ്യം പറഞ്ഞു ഇസ്രായേൽ ഗൃഹത്തിൽ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ. നമ്മളാണിത് കേട്ടെങ്കിൽ ആദ്യം തന്നെ പറയും അത് ശരിയാണ്, ഞാൻ പോവുകയാണെന്ന് പറയും. എൻ്റെ കുഞ്ഞ് രക്ഷപ്പെട്ടില്ലും കുഴപ്പമില്ല, കർത്താവ് തരത്തില്ല. പക്ഷെ അവൾ വിട്ടോ? ഇല്ല, അവൾ വീണ്ടും പുറകെ പോവുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും അവൾ നിലവിളിച്ചു. പെട്ടെന്ന് കർത്താവ് പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടിക്ക് കൊടുക്കുന്നത് നന്നല്ല. അപ്പോൾ കൂടെ നടക്കുന്ന മക്കളും പുറകെ വരുന്നത് തള്ളപ്പട്ടിയും വീട്ടിൽ കിടക്കുന്ന കട്ടിലേക്ക് കിടക്കുന്ന പട്ടിക്കുട്ടിയും. അപ്പം എന്നെ പട്ടിയെന്ന് വിളിച്ചു. അപ്പം ഞാനിന്ന് നിങ്ങളെ ആരെങ്കിലും പട്ടിയെന്ന് വിളിച്ചാൽ ഇന്നത്തോടുകൂടി ഈ ഉപവാസ പ്രാർത്ഥന ഇവിടെ അവസാനിക്കുക. കാരണം എന്താണ്? അതിഥിയായി വന്ന ദൈവദാസൻ ഞങ്ങളെ പട്ടിയെന്ന് വിളിച്ചു. യേശു കയറി വിളിച്ചു, തള്ളപ്പട്ടിയേ, നീ എൻ്റെ പുറകെ വന്നിട്ട് കാര്യമില്ലടി കുഞ്ഞേ. പക്ഷെ പോകുന്ന ലക്ഷണമില്ല. അവൾ പറഞ്ഞു, ശരിയാണ് കർത്താവേ. അവൾ ഭയങ്കര വ്യാഖ്യാനമുള്ളവളായിരുന്നു. നായ്ക്കുട്ടികളും യജമാനൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന, യജമാൻ്റെ മേശയിൽ നിന്ന് എങ്ങനെ വീഴുന്ന, യജമാന് കുറേ മക്കളുണ്ട്, പൊടിച്ച് തിന്ന് താഴേക്ക് കളയുന്ന നമ്മെപ്പോലെ കുറേ. എന്നും ഉപവാസവും പ്രാർത്ഥനയും, ആർക്കും ഒന്നും കൊടുക്കത്തില്ല. അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് പൊടിഞ്ഞു വീഴുന്നതാണ് ഈ കുറേ പേര് രക്ഷിക്കപ്പെട്ട് വരുന്നത്. നമ്മളൊരു കഷണം കൊടുത്തെങ്കിൽ എന്തോരം പേര് രക്ഷിക്കപ്പെടും? കൊടുക്കുകയല്ല. കർത്താവേ, ഇങ്ങോട്ട് ഇന്നലെ കിട്ടിയതിനേക്കാൾ വലിയ കൃപ എന്തിനാണെന്ന് അറിഞ്ഞൂടാ, പൊടിച്ചു കളയാനാ. കർത്താവ് പറഞ്ഞു, ഇസ്രായേലിൽ പോലും ഇത്രയും വലിയ വിശ്വാസം കണ്ടിട്ടില്ല. പൊയ്ക്കോ മോളെ എന്ന് പറഞ്ഞു. നമ്മുടെ പ്രാർത്ഥനയുടെ ലഹരി കൂട്ടണം, പ്രാർത്ഥനയുടെ സമയം കൂട്ടണം, പ്രാർത്ഥനയുടെ വീര്യം കൂട്ടണം. വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയം, ഇന്ദ്രിയജയത്തോട് സ്ഥിരത, സ്ഥിരതയോട് ഭക്തി, ഭക്തിയോട് സഹോദര പ്രീതി കൂട്ടിക്കൊള്ളുവീ. വിശ്വാസത്തോട് എന്ത് കൂട്ടണം? വിശ്വാസത്തോട് വീര്യം കൂട്ടണം. വീര്യം കൂടുമ്പോൾ നമുക്ക് വിവരക്കേട് വരും. അതുകൊണ്ട് പരിജ്ഞാനം കൂട്ടണം. പരിജ്ഞാനത്തോട് സ്ഥിരത, സ്ഥിരതയോട് ഭക്തി, ഭക്തിയോട് സഹോദര പ്രീതി, സ്നേഹം കൂട്ടിക്കൊള്ളുവിൻ. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ ലജ്ജിച്ചു പോകത്തില്ല. ഇത് കൂട്ടണം. ഓരോ മീറ്റിങ്ങിലും വീര്യം കൂട്ടണം. ഓരോ മീറ്റിങ്ങും കഴിയുമ്പോൾ പറയണം, ഇത് പോരെന്ന് പറയണം. യേശു പുരുഷാരത്തെ കണ്ടപ്പോൾ മലമേൽ കയറി ആദ്യം പറഞ്ഞത്, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ. ദരിദ്രർ എന്ന് പറഞ്ഞാൽ എന്താ? ഞാനൊക്കെ ചെറിയ കുട്ടികളായിരിക്കുന്ന കാലത്ത്, കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ, വടക്കമ്പറൂരാണ്, ഗ്രാമപ്രദേശമാണ്. അന്ന് ഭയങ്കര പട്ടിണിയുടെ കാലമാണ്. അടുത്ത വീടുകളിൽ നിന്നൊക്കെ നിലവിളി കേൾക്കാം, വിശക്കുന്നേ, ഇപ്പോഴൊന്നും കേൾക്കാനില്ല. അപ്പം അന്ന് അമ്മമാർ ചോറ് വിളമ്പി വെച്ചാൽ
ഇന്നാ മോനെ ചോറ്, ഇന്നാ അമ്മയെ പാത്രം. അത്ര സ്പീഡിൽ പാത്രം തിരിച്ചു കിട്ടും. ഇപ്പോഴത്തെ പിള്ളേർക്ക് KFC അത് ഇത് കുന്തം കുറച്ചകരം, നമ്മുടെ വേസ്റ്റ് മതി സമൂഹത്തിന്റെ പട്ടിണി മാറാൻ. അപ്പൊ അന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ദാരിദ്ര്യം എന്ത് കിട്ടിയാലും പോരാ, എന്തായാലും വിളമ്പി വെക്കുമ്പോൾ ഇതിങ്ങനെ നോക്കിയിരിക്കും. സ്കൂളിലൊക്കെ പോകുമ്പോൾ എൻ്റെ അമ്മ മീനൊക്കെ വറുത്ത് തരും. പക്ഷേ തുറക്കുന്നതിന് മുമ്പ് അതൊക്കെ അടിച്ചു മാറ്റുന്ന പിള്ളേരുണ്ട്. അതുകൊണ്ട് ഞാൻ മീനൊക്കെ കുഴിച്ചിടും. കാരണം അവന്മാർ ഇങ്ങനെ ഇരിക്കുക, മുള്ളപ്പടി തിന്നെയാണ്. ദാരിദ്ര്യം. ഇത് എല്ലാ ദിവസവും ഇവിടെ മീറ്റിംഗ് നടക്കുമ്പോൾ 10 മണിക്കാ മീറ്റിംഗ്, 12 മണിയാകുമ്പോൾ കയറി വരും. കാരണം ദാരിദ്ര്യം മാറി. 50 കൊല്ലം വിശ്വാസിയായിരുന്നാലും ഇന്നാദ്യമായിട്ട് രക്ഷിക്കപ്പെട്ടതുപോലെ വന്നിരിക്കണം. അതിന്റെ പേരാണ് ആത്മാവിൽ ദരിദ്രം. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർക്ക് കർത്താവിൽ നിന്ന് വല്ലതും കിട്ടുള്ളൂ. ഒരു 10-15 കൊല്ലമൊക്കെ കഴിയുമ്പോൾ പിന്നെ നോക്കുന്ന പാസ്റ്റർ പ്രസംഗിക്കുന്നതിൽ വല്ല തെറ്റുമുണ്ടോ എന്നാണ്. ചിലർ മീറ്റിംഗ് കഴിയുമ്പോൾ എന്നോട് പറയും, പാസ്റ്റർ നല്ല മെസ്സേജ് ആയിരുന്നു, പക്ഷേ യെശയ്യാവിന്റെ പുസ്തകം 45-ാം അധ്യായത്തിൽ 16-ാം വാക്യം അങ്ങനെയല്ല. അപ്പൊ ഞാൻ സഹോദരൻ ഒന്ന് തലയെ കൈവച്ച് പ്രാർത്ഥിക്കും. അവൻ അതാഗ്രഹിച്ചാ വരുന്നത്. എന്റെ സുവിശേഷത്തിന്റെ ഭോഷത്വം എന്നാണ് പൗലോസ് പറഞ്ഞത്. ഗമാലിയലിന്റെ പാദപീഠത്തിലിരുന്ന പൗലോസ് അത് പറഞ്ഞെങ്കിൽ ഞങ്ങളുടെ കാര്യം എന്താ? എനിക്ക് ബൈബിള് നേരെ ചൊവ്വേ അറിയില്ല. അറിയാമായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നുമല്ല, കുറച്ചും കൂടിയൊക്കെ അനുഗ്രഹിക്കപ്പെട്ടു. ഞാൻ രക്ഷിക്കപ്പെട്ട് 1-2 കൊല്ലം കഴിഞ്ഞപ്പോൾ എൻ്റെ വിചാരം ബൈബിളൊക്കെ അറിയാമെന്നായിരുന്നു. വർഷം ഇപ്പോൾ 91-ൽ രക്ഷിക്കപ്പെട്ടതാണ്. ഇപ്പൊ മനസ്സിലായി എനിക്ക് ഒന്നും അറിഞ്ഞൂടെ, ഒരു വാക്യം പോലും അറിഞ്ഞൂടെ. അല്ല, തിരിച്ച് എനിക്ക് എന്തോ അറിയാമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഈ യോഗത്തിൽ ഇരിക്കരുത്. ആ വ്യക്തി കർത്താവിൽ നിന്നൊന്നും പ്രാപിക്കുകയില്ല. അവർ ഞാൻ സമ്പന്നനാകുന്നു, എനിക്കൊന്നിലും മുട്ടില്ലെന്ന് പറഞ്ഞ് ദരിദ്രനും കുരുടനുമാണ്. എല്ലാം തികഞ്ഞെന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ ഓർത്തോ, ആ വ്യക്തി ഒന്നും പ്രാപിക്കത്തില്ല. വെറുതെ ഒരു കസേര അതിനകത്തിരുന്ന് സ്ഥലം മെനക്കെടുത്താന്നേ ഉള്ളൂ. അത് ആർക്കെങ്കിലും പുതിയ ഒരാൾക്ക് കൊടുത്താൽ അവർക്ക് പ്രയോജനപ്പെടും. ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഇത്തിരി വിഷമം തോന്നും. പക്ഷേ ഈ ഉപവാസത്തിലൊന്ന് മാനസാന്തരപ്പെട്ടാൽ അത് നന്നായിരുന്നു. B.A. തോമസ് എന്നൊരു ദൈവദാസനുണ്ടായി. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, മാനസാന്തരപ്പെട്ടു എന്ന് പറയുന്ന നീ ശരിക്കും മാനസാന്തരപ്പെടാത്തത് കൊണ്ടാണ് മാനസാന്തരപ്പെടാനുള്ളവൻ നിന്നെ കണ്ടിട്ട് മാനസാന്തരപ്പെടാത്തത്. അതുകൊണ്ട് ഗുണം പിടിക്കണം. അടുത്തിരിക്കുന്നവരോട് പറ, ശരിക്കും ഗുണം പിടിക്കണം. ബൈബിൾ വായിക്കുമ്പോൾ ഇന്ന് ആദ്യമായിട്ട് വായിക്കുന്നത് പോലെ തോന്നണം. ആദ്യമായിട്ട് ബൈബിൾ കിട്ടിയതുപോലെ, അയ്യോ ഇതെന്താണ്, ആദിയിൽ ദൈവം. ആദ്യം ദൈവമാണ്. ആദ്യം ഭാര്യയായിരുന്നല്ലോ, ഇന്ന് മുതൽ ആദ്യം ദൈവമാണ്. അങ്ങനെ വായിക്കണം. ആദിയിൽ ദൈവം. അയ്യോ എൻ്റെ ജീവിതത്തിൽ ആദ്യം ദൈവമായിരിക്കണം. ഇന്ന് വരെ വായിക്കാത്ത രീതിയിൽ ബൈബിൾ വായിക്കുക. ആദ്യമായിട്ട് പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുക. ആദ്യമൊക്കെ മുഴങ്കാലം അടക്കിയാ പ്രാർത്ഥിച്ചു. ഇപ്പൊ കസേരയിൽ ഒരു കാലം കൂടി കയറ്റി വെച്ചിട്ടാ പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, ഞാൻ എല്ലാത്തിനും ദശാംശം കൊടുക്കുന്നു, TV പ്രോഗ്രാമിന് കൊടുക്കുന്നു. അടുത്തിരിക്കുന്ന ആരെങ്കിലും ഇവളെ പോലെ അല്ലാത്തത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ഭാര്യക്കിട്ടൊരു കുത്ത്, പണ്ടൊരു ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചതുപോലെ. ഇതെല്ലാം മാറ്റണം. എത്ര വർഷം കഴിഞ്ഞാലും ഒരു പുതുമയോടെ കർത്താവിന്റെ മുമ്പിൽ നിൽക്കണം. വർഷങ്ങൾ പഴക്കമായിട്ട് മറിയക്ക് യേശുവിനെ കണ്ടിട്ട്, എൻ്റെ വയറ്റിൽ നിന്ന് വന്നതല്ലേ, എൻ്റെ മോനല്ലേ, ആശാരി പണി ചെയ്തല്ലേ, ആ ഒരു ചിന്ത അവൾക്കില്ല. അവർക്ക് വീഞ്ഞില്ല. 30 വർഷമായിട്ട് ഒരു അത്ഭുതം കണ്ടിട്ടില്ല. 30 വർഷമായിട്ട് ഒരു അടയാളം കണ്ടിട്ടില്ല. 30 വർഷമായിട്ട് യേശുവിനെ കണ്ട് 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 ഒരു പാരമ്പര്യക്കാരിയായിട്ട് മാറിയില്ല. ഇതൊക്കെ വെറുതെയാ, പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അങ്ങനെയല്ല. 30 വർഷമായിട്ട് യേശുവിനെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഉദരത്തിൻ്റെ ഫലമാണ് ഈ നിൽക്കുന്നത്.
പക്ഷെ അവൻ എൻ്റെ ഉദരത്തിൽ നിന്ന് വന്നെങ്കിലും എന്നെ ഉദരത്തിൽ വഹിച്ചവനാണ് ഈ നിൽക്കുന്നതെന്നുള്ള വെളിപ്പാട് ലഭിച്ചവളാണവൾ. ഹല്ലേലൂയ. 30 കൊല്ലമായിട്ടും ഈ മറിയ യേശുവിനെ നോക്കുന്നത് പുതിയ കണ്ണുകളോടെയാണ്.